ലെവൽ പ്രിലിംസ് 2023 ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ 4 ശരിയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തെ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാനെത്തി. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തുംപാതിക്ക് രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസിൽദാർമാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ സംയോജനത്തെക്കുറിച്ചുള്ള വസ്തുതകൾ 3 ശരി. 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കി. കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള സമ്മേളനം കൊച്ചിൻ മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യകേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. അപ്പോൾ 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കി. കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള സമ്മേളനം കൊച്ചിൻ മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യകേരള സംസ്ഥാന രൂപീകരണത്തിന് അനുകൂലമായി സംസാരിച്ച് 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മധ്യകാലഘട്ടത്തിലെ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട പ്രസ്തുത വസ്തുതകൾ എന്ന് പറയുന്നത് 1, 2, 3 ശരിയാണ്. ഇൻഡോ ഇസ്ലാമിക് സാഹിത്യത്തിൽ ആദ്യമായി INI അക്ബറി നികുതിയുടെ തത്വങ്ങൾ വിശദീകരിക്കുന്നു. അക്ബറിൻ്റെ മന്ത്രിസഭയിൽ 4 അംഗങ്ങൾ ഉണ്ടായിരുന്നു. വക്കീൽ എന്ന് പറയുന്ന പ്രധാനമന്ത്രി, വസീർ ധനമന്ത്രി, മീർ ബക്ഷി കരസേനയുടെയും ഭരണത്തിൻ്റെയും ചുമതലയുള്ള മന്ത്രി, സദർ ഉസ് സുദർ മതത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും ചുമതല. മതപരവും ജുഡീഷ്യറിയും ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും സൈനികാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും സൈനിക വകുപ്പാണ് നിയന്ത്രിക്കുകയും പണം നൽകുകയും ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട വസ്തുതകൾ എന്ന് പറയുന്നത് 1, 2, 3, 4 ശരിയാണ്. പരിവ്രജക അലഞ്ഞുതിരിയുന്ന കാലത്ത് വിവേകാനന്ദനെ വേട്ടയാടിയ ഒരു ആശയം വേദാന്തം എങ്ങനെ പ്രായോഗികമാക്കാം എന്നതായിരുന്നു. പാശ്ചാത്യ നാഗരികതയുടെ രൂപത്തിൽ ഇന്ത്യയിൽ വന്ന വെല്ലുവിളികളെ പൂർണ്ണമായും നേരിടാൻ രാംമോഹൻ റോയ് ഉണ്ടായിരുന്നത് കൂടാതെ ഒരു പുതിയ തത്വചിന്തയുടെ ആവശ്യകത ശക്തമായി തോന്നി. ഇന്ത്യയാണെങ്കിൽ യഥാർത്ഥ ആത്മീയ പൈതൃകം ത്യജിക്കാതെ പടിഞ്ഞാറ് നിന്ന് ഇറക്കുമതി ചെയ്ത ആധുനികതയെ സ്വാംശീകരിക്കുകയും ചെയ്തു. പ്രാർത്ഥനാ സമാജം അനുയായികൾ അവരുടെ ശ്രദ്ധ പ്രധാനമായും സാമൂഹിക പരിഷ്കരണത്തിനാണ് അർപ്പിച്ചത്. പരസ്പര വിവാഹം തമ്മിലുള്ള ബന്ധം, വിധവകളുടെ പുനർവിവാഹം, സ്ത്രീകളുടെയും അധസ്ഥിത വിഭാഗങ്ങളുടെയും പുരോഗതി, ഇന്ത്യയുടെ പുരാതന ആദർശങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പുനരുജ്ജീവനവും പുനരവലോകനവും മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ആനി ബെസന്റ് വിശ്വസിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ തീവ്രവാദത്തിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ 1, 2, 4 ശരി. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ. 2, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു. 4 എന്ന് പറയുന്നത് സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം. അപ്പോൾ തീവ്രവാദത്തിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു, സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള വസ്തുതകൾ 1, 2, 3, 4 ശരിയാണ്. ഡ്യുവൽ ഗവൺമെൻറ് എന്ന് വിളിക്കപ്പെടുന്ന ഭരണ സംവിധാനവുമായി ബ്രിട്ടീഷുകാരുടെ ആദ്യ കൂട്ടുകെട്ട്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 സർ LG എംബെ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതി സ്ഥാപിതമായി.
പിറ്റ്സ് ഇന്ത്യ ആക്ട് 1984 പ്രധാനമായും ലണ്ടനിലെ കമ്പനിയുടെ ഹോം ഗവൺമെൻറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 1813 ചാർട്ടർ ആക്ട് വഴി കമ്പനിക്ക് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൻ്റെ കുത്തക നഷ്ടപ്പെട്ടെങ്കിലും ചൈനയുമായുള്ള വ്യാപാരത്തിൻ്റെയും തേയില വ്യാപാരത്തിൻ്റെയും കുത്തകം തുടർന്നു. അപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള വസ്തുതകളാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഡ്യുവൽ ഗവൺമെൻറ് എന്ന് വിളിക്കപ്പെടുന്ന ഭരണ സംവിധാനവുമായി ബ്രിട്ടീഷുകാരുടെ ആദ്യ കൂട്ടുകെട്ട്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 സർ എലിജ എംബെ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതി സ്ഥാപിതമായി. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പ്രധാനമായും ലണ്ടനിലെ കമ്പനിയുടെ ഹോം ഗവൺമെൻറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 1813 ചാർട്ടർ ആക്ട് വഴി കമ്പനിക്ക് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൻ്റെ കുത്തക നഷ്ടപ്പെട്ടെങ്കിലും ചൈനയുമായുള്ള വ്യാപാരത്തിൻ്റെ തേയില വ്യാപാരത്തിൻ്റെ കുത്തക തുടർന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ 1, 2, 3 ശരി. പുനഃസജ്ജീകരണവും പ്രീണനവും, മിലിറ്ററിസം, സാമ്രാജ്യത്വം, കൊളോണിയലിസം, മ്യൂണിക് കരാറുകളും തീരുമാനം. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ എന്ന് വെച്ചാൽ പുനഃസജ്ജീകരണവും പ്രീണനവും, മിലിറ്ററിസം, സാമ്രാജ്യത്വം, കൊളോണിയലിസം, മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും. ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും പത്രങ്ങളും ആനുകാലികങ്ങളും, ബ്രിട്ടീഷ് നയവും എൽബർട്ട് ബിൽ വിവാദവും, യുദ്ധത്തിനു മുമ്പുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി. അപ്പോൾ ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും പത്രങ്ങളും ആനുകാലികങ്ങളും, ബ്രിട്ടീഷ് നയവും എൽബർട്ട് ബിൽ വിവാദവും, യുദ്ധത്തിനു മുമ്പുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി. ഇനി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തുതകൾ സൂചിപ്പിക്കുന്ന അന്തരീക്ഷ പാളി തിരിച്ചറിഞ്ഞ് താഴെ പറയുന്ന ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ആദ്യം 20 കിലോമീറ്റർ ഒരേ താപനിലയിൽ അത് കഴിഞ്ഞ് 50 കിലോമീറ്റർ ഉയരം വരെ ഓസോൺ പാളിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഓസോൺ പാളി അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നതുകൊണ്ട് താപനില ഉയരുകയും ചെയ്യുന്നു. ഇത് അന്തരീക്ഷ ചാലകം അല്ലാത്ത മേഖലയാണ്. ഇവിടെ വായുവിൻ ഓക്സിജൻ്റെ അളവ് കുറവാണ്. ഇവിടെ ചെറിയ പൊടിയോ നീരാവിയോ ഉള്ള മേഘങ്ങൾ ഇല്ല. ആൻസർ സ്ട്രാറ്റോസ്ഫിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ റിവർ ഡെൽറ്റകളെ അതായത് നദീമുഖം സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും താഴെ നൽകിയിരിക്കുന്ന നിന്ന് ശരിയായ പ്രസ്താവന തിരിച്ചറിയുക. അപ്പോൾ 1, 3, 4 ശരി. നദീമുഖത്തുള്ള ഫാൻ ആകൃതിയിലുള്ള എക്കൽ പ്രദേശമാണ് ഡെൽറ്റ. അപ്പോൾ നദീമുഖത്തുള്ള ഫാൻ ആകൃതിയിലുള്ള എക്കൽ പ്രദേശമാണ് ഡെൽറ്റ. ഡെൽറ്റയുടെ രൂപീകരണത്തിന് ആഴം കുറഞ്ഞ കടൽ, പാറകഷ്ണങ്ങളുടെ ഗണ്യമായ ഭാരം വഹിക്കുന്ന നദി, ശാന്തമായ ചില തീരം എന്നിവ ആവശ്യമാണ്. 4 ഉയർന്ന വേലിയേറ്റമുള്ള കടലിൻ്റെ തീരത്താണ് ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത്. അപ്പം നദീമുഖത്തുള്ള ഫാൻ ആകൃതിയിലുള്ള എക്കൽ പ്രദേശമാണ് ഡെൽറ്റ. ഡെൽറ്റയുടെ രൂപീകരണത്തിന് ആഴം കുറഞ്ഞ കടൽ, പാറകഷ്ണങ്ങളുടെ ഗണ്യമായ ഭാരം വഹിക്കുന്ന നദി, ശാന്തമായ ചില തീരം എന്നിവ ആവശ്യമാണ്. ഉയർന്ന വേലിയേറ്റമുള്ള കടലിൻ്റെ തീരത്താണ് ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തുക്കൾ സൂചിപ്പിക്കുന്ന സംസ്ഥാനങ്ങളെ തിരിച്ചറിഞ്ഞ് താഴെ പറയുന്നതിന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഈ സംസ്ഥാനത്തെ ആൽവാർ ജില്ലയിലാണ് സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന ജില്ല ആൽവാറാണ്. പൊക്രാൻ എന്ന പ്രദേശം ഉൾപ്പെട്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ ജയ്സാൽമർ ജില്ലയിലാണ്. അപ്പോൾ ജയ്സാൽമർ ജില്ലയിലാണ് പൊക്രാൻ ഉള്ളത്. സത്ലജ് നദി ജലം ഉപയോഗപ്പെടുത്തിയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാൽ ഈ സംസ്ഥാനത്താണ് നിലകൊള്ളുന്നത്. സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഇവിടെ തെറ്റായ പ്രസ്താവന 4 ബാക്കി 3 ശരിയാണ്. മാർച്ച് 21 വടക്കൻ അർദ്ധഗോളത്തിലെ വസന്തകാലമാണ്. ഇതിനെ വസന്തകാല സംബന്ധമായ വിഷുവം എന്ന് വിളിക്കുന്നു. സെപ്റ്റംബർ 23 വടക്കൻ അർദ്ധഗോളത്തിൽ ശരത്കാലമാണ്. ഇതിനെ ശരത്കാല വിഷുവം എന്ന് വിളിക്കുന്നു. ജൂൺ 21 ഉത്തര ധ്രുവം സൂര്യനിലേക്ക് ചായുന്നതിന് ദിവസങ്ങൾ ദൈർഘ്യമേറിയതും ചൂടുള്ളതുമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ
ഇത് വേനൽക്കാലമാണ്. ഇതിനെ വേനൽക്കാല അറുതി എന്ന് വിളിക്കുന്നു. അപ്പോൾ മാർച്ച് 21 വടക്കൻ അർദ്ധഗോളത്തിലെ വസന്തകാലമാണ്. ഇതിനെ വസന്തകാല സംബന്ധമായ വിഷുവം എന്ന് പറയുന്നു. സെപ്റ്റംബർ 23 വടക്കൻ അർദ്ധഗോളത്തിൽ ശരത്കാലമാണ്. ഇതിനെ ശരത്കാല വിഷുവം എന്ന് പറയുന്നു. ജൂൺ 21 ഉത്തരാർദ്ധ ധ്രുവം സൂര്യനിലേക്ക് ചായുന്നതിന് ദിവസങ്ങൾ ദൈർഘ്യമേറിയതും ചൂടുള്ളതുമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഇത് വേനൽക്കാലമാണ്. ഇതിനെ വേനൽക്കാല അറുതി എന്ന് വിളിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഒരു ഉപദ്വീപീയ നദീവ്യവസ്ഥയെക്കുറിച്ചാണ്. ശരിയായ ഉത്തരം. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദീവ്യവസ്ഥയാണ്. ഇത് ഉത്ഭവിക്കുന്നത് മഹാബലേശ്വര സമീപത്തുള്ള നീരുറവയിൽ നിന്നാണ്. ഇതിൻ്റെ ദൈർഘ്യം 1400 കിലോമീറ്റർ ആണ്. ഈ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. ഈ നദി മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ കൂടി ഒഴുകുന്നു. നദി എന്ന് വെച്ചാൽ കൃഷ്ണ നദി. അപ്പോൾ കൃഷ്ണ നദിയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ. ഇത് ഉത്ഭവിക്കുന്നത് മഹാബലേശ്വരത്തിന് സമീപമുള്ള നീരുറവയിൽ നിന്നാണ്. ഇതിൻ്റെ ദൈർഘ്യം 1400 കിലോമീറ്റർ ആണ്. പ്രധാന പോഷക നദി ഭീമയും തുംഗഭദ്രയുമാണ്. ഈ നദി മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ കൂടി ഒഴുകുന്നു. 2019-21 കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവന ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 1, 2, 4 കൃഷിയെ അനുബന്ധ മേഖലയിലും മഹാമാരി കുറഞ്ഞ തോതിൽ മാത്രം ബാധിച്ചിരുന്നു. 2, ഇന്ത്യയുടെ പേയ്മെൻറ്റ് ബാലൻസ് മിച്ചമായി തന്നെ തുടർന്നു. 4, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥ GDP വിപുലീകരണത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് റിവേഴ്സ് റിപ്പോ നിരക്ക് സൂചിപ്പിക്കുന്നത് എന്താണ്? ഫെസിലിറ്റിക്ക് കീഴിലുള്ള യോഗ്യരായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്ററലിനെതിരെ ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആഗിരണം ചെയ്യുന്ന പലിശ നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. എന്താണ് റിവേഴ്സ് റിപ്പോ നിരക്ക്? ഫെസിലിറ്റിക്ക് കീഴിലുള്ള യോഗ്യരായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്ററലിനെതിരെ ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആഗിരണം ചെയ്യുന്ന നിശ്ചിത പലിശ നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 2022-21 യൂണിയൻ ബജറ്റിലെ ഏറ്റവും വലിയ വരുമാന ഇനം താഴെ പറയുന്ന ഏതാണ്? കടം വാങ്ങലും മറ്റു ബാധ്യതകളും. താഴെ പറയുന്ന ഏതാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് എന്ന് വെച്ചാൽ ബി ആണ് ലക്ഷ്യമല്ലാത്തത്. അപ്പോൾ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സഹകരണ ഫെഡറലിസം വളർത്തൽ, തന്ത്രപരവും ദീർഘകാലവുമായ നയവും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപപ്പെടുത്തുന്നതിന് അറിവ് നവീകരണം സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കൽ. അപ്പോൾ തന്ത്രപരവും ദീർഘകാലവുമായ നയവും പ്രോഗ്രാമും ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപപ്പെടുത്തുന്നതിന് അറിവ് നവീകരണം സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അനുസരിച്ച് ഒരു ഉൽപ്പന്ന ബാധ്യത പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കും എങ്കിൽ ഉൽപ്പന്നത്തിൽ ഒരു നിർമ്മാണ വൈകല്യം അടങ്ങിയിരിക്കണം. ഉൽപ്പന്നത്തിൻ്റെ രൂപകൽപ്പനയിലെ പിഴവ് അല്ലെങ്കിൽ വൈകല്യം, പാലിക്കപ്പെടേണ്ട നിർമ്മാണ സവിശേഷതയിൽ നിന്നുള്ള വ്യതിയാനം, ഉൽപ്പന്നം എക്സ്പ്രസ് വാറൻറ്റി പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ ഉൽപ്പന്നത്തിൽ ഒരു നിർമ്മാണ വൈകല്യം അടങ്ങിയിരിക്കുന്നു. ഉൽപ്പന്നത്തിൻ്റെ രൂപകൽപ്പനയിലെ പിഴവ്, പാലിക്കപ്പെടേണ്ട നിർമ്മാണ സവിശേഷതയിൽ നിന്നുള്ള വ്യതിയാനം, ഉൽപ്പന്നം എക്സ്പ്രസ് വാറൻറ്റിയുമായി പൊരുത്തപ്പെടുന്നില്ല. താഴെ പറയുന്ന ഏതാണ് 42ാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയെ ആമുഖത്തിൽ ചേർത്തത്? സോഷ്യലിസ്റ്റാണ്. താഴെ പറയുന്ന ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമല്ലാത്തത്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായത് BR അംബേദ്കർ, K മുൻഷി, മുഹമ്മദ് സാദുള്ള. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368 ഇങ്ങനെ ഭേദഗതി ചെയ്യാം: പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാം. ആർട്ടിക്കിൾ 368 പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാം. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേക ഉറപ്പില്ല. ഇന്ത്യൻ ഭരണഘടനയെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേക ഉറപ്പില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട്? 2 തവണയാണ്. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 352 ആണ്.
ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടിയെ തിരിച്ചറിയുക. ആം ആദ്മി പാർട്ടിയാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്നിവ രാഷ്ട്രീയ പാർട്ടിയാണ്, ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെട്ടവയാണ്. വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തെയോ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കായി ആവശ്യപ്പെട്ട വിവരങ്ങൾ വിതരണം ചെയ്യുന്നതിന് എത്ര സമയം നൽകിയിട്ടുണ്ട്? 48 മണിക്കൂർ. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റായി നിയമിക്കുന്നതിനുള്ള യോഗ്യത താഴെ പറയുന്നവ ഏതാണ്? സേവനമനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ സുപ്രീം കോടതി ജഡ്ജി. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റായി നിയമിക്കുന്നതിനുള്ള യോഗ്യത സേവനമനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ സുപ്രീം കോടതി ജഡ്ജി. ഭൂമി എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കർണാടക. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടക വേദിയുടെ പേര് കൂടിയാട്ടം എന്നാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ. കേരളത്തിൻ്റെ ഉത്രട്ടാതി വള്ളംകളിയുടെ വേദി ആറന്മുള. 2026 വിൻ്റർ ഒളിമ്പിക്സ് ആതിഥ്യം വഹിക്കുന്നത് ഇറ്റലി. രാമകഥാപാട്ടിൻ്റെ രചയിതാവ് അയ്യപ്പൻപിള്ള ആശാൻ. തിക്കടക്കടഞ്ഞ് തിരുമധുര എന്ന നോവലിൻ ജീവിതകഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവി തുഞ്ചത്ത് എഴുത്തച്ഛൻ. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് 1888. തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിൻ്റെ പേരാണ് അയ്യങ്കാളി. കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യ സർവകലാശാല കുസാറ്റ് സർവകലാശാല. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് കിലിയൻ എംബാപ്പെ. താഴെ പറയുന്ന ഏത് സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ഒബ്ജക്റ്റ് കോഡായി സംഭരിക്കുന്നത്? കമ്പൈലർ. ഒബ്ജക്റ്റ് കോഡായി സംഭരിക്കുന്നത് കമ്പൈലർ. താഴെ പറയുന്ന ഉപകരണം ഏതൊക്കെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്? റൂട്ടറാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഫ്രോണിയർ HPE ക്രൈം EX235A. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ്? ബിങ് ആണ്. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിനാണ് ബിങ്. മെമ്മറിയുമായി ബന്ധപ്പെട്ട് SSDയുടെ പൂർണ്ണരൂപം സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവാണ്. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞൻ നരേന്ദ്ര സിംഗ് കബാനിയാണ്. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് നരേന്ദ്ര സിംഗ് കബാനി. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് നരേന്ദ്ര സിംഗ് കബാനി. ഇന്ത്യയിലെ ആദ്യ സമർപ്പിത ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം ഏതാണ് എന്ന് വെച്ചാൽ ആസ്ട്രോസ്റ്റാറ്റ് ആണ്. താഴെ പറയുന്ന ഏതാണ് പുനരുപയോഗിക്കാൻ പറ്റാത്ത ഊർജ്ജ സ്രോതസ്സ്? ആണവോർജ്ജം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ക്യാൻസർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡെറാഡൂൺ ആണ്. ബാക്കി മാത്സ് ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. ഹൗ സ്ട്രേഞ്ച് ഷീ ലുക്സ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് ലൈക്ക് യുവർ ബ്രദർ ലുക്സ് ആണ് വരുന്നത്. ഡിഡ് അലൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ സ്പെസിഫൈ ചെയ്യുന്ന ദി ആണ് വരുന്നത്. ഷീ ഹാസ് നെവർ സീൻ ഹിം ആണ്. ഹാഷി ആണ് വരുന്നത്. കറക്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ ഷീ ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം ആണ്. ഹാഡ് മെറ്റ് ആണ്. റോസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പവർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സൂപ്പർലേറ്റീവ്. അമിത് വെയിറ്റഡ് ഫോർ ഹർ അറ്റ് ദ എൻട്രൻസ് ആണ്. ദ ബേബി ഡെസിൻറ്റ് ആണ് വരുന്നത്. ദ ഓൾഡ് വുമൺ ഹാസ് സ്ലൈറ്റ് ഫോർ 12 hours ലാസ്റ്റ് നൈറ്റ്. സ്ലൈറ്റ് ആണ് വരുന്നത്. ദ ടാങ്ക് ഹാസ് ഡാഷ് വാട്ടർ ബട്ട് നോട്ട് ഇനഫ് ടു വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദ ഗാർഡൻ. എ ലിറ്റിൽ ആണ് വരുന്നത്. ചൂസ് ദ സിനോണിം ഓഫ് ദ വോ ഫ്രം ദ ഫോളോയിങ് വേർഡ്. ഡിസ്ട്രസ് ആണ് സിനോണിമോയുടെ സിനോണിം ഡിസ്ട്രസ്. ഫോളോയിങ് വേർഡ് ഈസ് ആൻ ആൻറ്റോണിം ഓഫ് ദ വേർഡ്. മാഡിൻ്റെ ആൻറ്റോണിം എന്ന് വെച്ചാൽ സ്റ്റെയിൻ. മാഡിൻ്റെ ആൻറ്റോണിം സ്റ്റെയിൻ ആണ്. ഫ്രേസർ വെർബ് ബീഫ് അപ്പ് മീൻസ് ടു മേക്ക് സംതിങ് ബിഗ്ഗർ ആണ്. ചൂസ് സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. എ സ്കൂൾ ഓഫ് ഫിഷ് ആണ്. എൻസൈക്ലോപീഡിയ സ്പെല്ലിംഗ് ENCYCLOPAEDIA. ഇഡിയം ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് വെച്ചാൽ ടു ഡു സംതിങ് പോയിൻറ്റ്ലെസ് ആണ്. അഡ്ഹോക്ക് മീൻസ് ഫോർ സ്പെഷ്യൽ പർപ്പസ് ആണ്. സ്റ്റഡി ഓഫ് മൗണ്ടെയിൻ ഈസ് ടേംഡ് ആസ് എ ഓറോളജി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആൻഡ് ഡാഷ് സം ഓഫ് 100 ഔട്ട് ഓഫ് ദ ബാങ്ക് എവറി വീക്കെൻഡ്. ഡ്രോസ് ആണ് വരുന്നത്.
ഔട്ട് ഓഫ് ദ ഗിവൺ വേർഡ്സ് വൺ വേർഡ് മിസ്പെൽറ്റ് വേർഡ് ഈസ് എ ഓംലെറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന നദിയുടെ പര്യായമാണ് തടിനി. വിപരീതം ചഞ്ചലത്തിൻ്റെ വിപരീതം അചഞ്ചലം. പിരിച്ചെഴുതും ഉണ്മ, പിരിച്ചെഴുതും ഉൾ പ്ലസ് മായാണ്. ശരിയായ പദം നിശ്ചയമാണ്. സമാന പദം ഇനൻ എന്ന് വെച്ചാൽ സൂര്യനാണ്. തെറ്റില്ലാത്ത വാക്യം നന്ദി പറയുന്നുമാണ്. ചേറ്റി കുത്തിയ കൈ ചോറ്റി കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് അധ്വാനത്തിൻ്റെ മഹത്വം. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്ന് വെച്ചാൽ വിത്ത് ഗുണം 10 ഗുണമാണ്. ചേർത്തെഴുതുക എന്ന് പറയുന്നത് ഈ പ്ലസ് ആൾ ഇവൾ. കുളം കോരി എന്ന് വെച്ചാൽ നശിപ്പിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.